ഈ ഹാളിനകത്ത് നിൽക്കുമ്പോൾ ഇത് സാക്ഷാൽ ജോസഫ് മുണ്ടശ്ശേരിയുടെ പേരിലുള്ള ഒരു സ്ഥാപനമാണ്. ജോസഫ് മുണ്ടശ്ശേരിയാണ് വയലാറിന്റെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അവതാരി എഴുതിയത് ജോസഫ് മുണ്ടശ്ശേരി 1961 സർഗസംഗീതം എന്ന പുസ്തകം. അതിനുശേഷമുള്ള കവിതകളൊക്കെ അദ്ദേഹത്തിന്റെ മരണാനന്തരമാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അപ്പൊ ഈ സർഗസംഗീതം എന്ന പുസ്തകത്തിൽ അവതാരി എഴുതുമ്പോൾ ഒരാശങ്ക അതിന്റെ അവസാനം മുണ്ടശ്ശേരി ബാക്കിയിട്ടു. അവതാരി വളരെ ചെറിയ അവതാരിയാണ്, 2-3 പേജ് മാത്രമാണ്. തുടങ്ങുന്ന സമയത്ത് മലയാള കവിതയിലെ ഒരുപാട് പുതിയ അവതാരങ്ങളെ കുറിച്ച് പറയുകയും അവരെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ട് പലരും ഇങ്ങനെ കൂമ്പളഞ്ഞു പോകുന്നതിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആശാനെയോ വള്ളത്തോളിനെയോ നാലപ്പാടനെയോ പോലെയുള്ള കുറച്ച് പേരെ മാത്രമേ ഇവിടെ കവിതാ രംഗത്ത് കൂടുതൽ സജീവമായി മുന്നോട്ട് പോയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഉത്തിഷ്ഠമാനായ ഒരു കവി എന്ന് പറഞ്ഞുകൊണ്ട് വയലാറിന്റെ ഈ പുസ്തകത്തെ അദ്ദേഹം അവതരിപ്പിക്കും. വയലാറിന്റെ ഈ സർഗസംഗീതത്തിലെ 3-4 കവിതകൾ മാത്രമേ അവതാരികയിൽ അദ്ദേഹം പരാമർശിക്കുന്നു. ഇത്താപ്പിരി എന്ന് പറയുന്ന കവിത, രാവണപുത്രി എന്ന് പറയുന്ന കവിത, മാടവനപ്പറമ്പിലെ ചിത, ഇങ്ങനെ 2-3 കവിതകൾ മാത്രം പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം ചോരയും നീരുമുള്ള ഭാഷ ഉപയോഗിക്കാൻ ശേഷിയുള്ള ഒരു കവിയാണ് വയലാർ എന്ന് അദ്ദേഹം ആദ്യം പറയും. അതിനുശേഷം മനുഷ്യരുടെ ജീവിതത്തിന്റെ തോളിൽ ചവിട്ടി നിന്നുകൊണ്ട് കവിത എഴുതുന്ന കവി, അതൊക്കെ മുണ്ടശ്ശേരിയുടെ പ്രയോഗങ്ങളാണ്. അപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ തോളിൽ ചവിട്ടി നിന്ന് കവിത എഴുതാൻ ശേഷിയുള്ള കവി എന്നൊരു വാക്കത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഈ ആശാന്റെയും വള്ളത്തോളിന്റെയും ഒക്കെ കമ്മട്ടത്തിൽ വെച്ചുകൊണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ ചങ്ങം വയലാറിൽ നിന്ന് ഭാവിയിൽ നമുക്ക് ഇതുപോലെയുള്ള ധാരാളം കവിതകൾ പ്രതീക്ഷിക്കാമോ, പ്രതീക്ഷിക്കട്ടെയോ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവസാരി അവസാനം. പക്ഷെ പിന്നീട് സംഭവിച്ചതെന്താണെന്ന് നമുക്കറിയാം. പിന്നീട് 61 ശേഷം 75 വരെയും അദ്ദേഹം മദ്രാസുമായി ബന്ധപ്പെട്ട ജീവിതമായിരുന്നു, സിനിമാ ലോകത്തായിരുന്നു. ഇടയ്ക്കൊക്കെ ഒന്ന് ചില കവിതകളൊക്കെ എഴുതുക, ചില ഗദ്യരചനകൾക്ക് എഴുതുക എന്നുള്ളതല്ലാതെ പിന്നീട് കാര്യമായ കവിതയൊന്നും അദ്ദേഹം എഴുതിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഞാനിവിടെ ഇത് പറഞ്ഞത് മുണ്ടശ്ശേരിയുമായി വയലാറിനെ ഒന്ന് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ വയലാറിന്റെ ഈ ഓർമ്മ ഇവിടെ വെച്ച് നടക്കുന്നത് എന്തുകൊണ്ടും ഉചിതമായി. കാരണം വയലാറിന്റെ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ പുറത്തു വന്ന അവസാനത്തെ പുസ്തകത്തിന് അവതാരിക എഴുതുകയും വയലാറിലെ കവിയെ കുറിച്ച് ചില ആശങ്കകൾ പങ്കുവയ്ക്കുകയും ചെയ്ത മുണ്ടശ്ശേരിയുടെ ഓർമ്മ കൂടി പുതുക്കപ്പെടുന്ന ഒരു അവസരമായി ഇത് മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എന്തായാലും ശരി, നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വയലാർ എന്ന് പറയുന്ന കവിക്ക് അല്ലെങ്കിൽ ഗാനരചയിതാവിന്, സാംസ്കാരിക നായകന് പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിന്റെ ഒന്നും ആവശ്യമില്ല. വയലാറിന്റെ ഒരു കവിതയോ പാട്ടോ അറിഞ്ഞുകൂടാത്ത ഒരാൾ പോലും കേരളത്തിൽ കാണില്ല. കാരണം അത്രയേറെ നമ്മുടെ സാമാന്യ ജനഹൃദയങ്ങളിൽ അടിയുറച്ചുപോയ ശീലുകളുടെ നിർമ്മാതാവാണ് വയലാർ എന്നുള്ളതാണ്. ഒരുപക്ഷെ വയലാറിനെ അക്കാഡമിക്കുകൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിഞ്ഞിട്ടുള്ളത് സാധാരണ ജനങ്ങളാണ്. വയലാറിന്റെ ചരമവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. 1975 അദ്ദേഹം മരിക്കുകയാണല്ലോ. ആ സമയത്ത് അദ്ദേഹം കുറേ ദിവസം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് കുറച്ച് രക്തം ആവശ്യമായി വന്നു. അപ്പൊ അദ്ദേഹത്തിന് രക്തം ആവശ്യപ്പെട്ടുകൊണ്ട് സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അടുത്തേക്കും കലാകാരന്മാരുടെ അടുത്തേക്കും ഒക്കെ പോയിട്ട് ആരും രക്തം കൊടുത്തില്ല എന്നും അദ്ദേഹത്തിന് രക്തം കൊടുക്കാനായി അവിടെ ചെങ്കൽച്ചുള്ള കോളനിയിലെയും മറ്റും തൊഴിലാളികൾ ക്യൂ നിൽക്കുകയായിരുന്നു എന്നും എഴുതി കണ്ടിട്ടുണ്ട് അപ്പോഴത്തെ പത്രം. അതായത് അദ്ദേഹം ആർക്ക് വേണ്ടിയാണോ എഴുതിയത്, ആരുടെ പക്ഷത്താണോ നിലയുറപ്പിച്ചത്, അവർ അദ്ദേഹത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതിന് തെളിവാണ് ആ തൊഴിലാളികളുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത്. പത്രവാർത്തയായിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ സാമാന്യ ജനങ്ങൾക്ക് വേണ്ടി എഴുതുകയും അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു കയറുകയും ചെയ്ത ഒരു കവിയാണ് വയലാർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം.
വയലാർ എപ്പോഴും മാനവികതയുടെ മുഖം ആയിരുന്നു. അദ്ദേഹത്തിന്റെ കവിതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വേദനിക്കുന്ന, ദുഃഖിക്കുന്ന, ചൂഷണം അനുഭവിക്കുന്ന മനുഷ്യന്റെ പ്രശ്നങ്ങളും അതിനോടുള്ള ശക്തമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയായിരുന്നു. അതിനാണ് അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുപോലെ വയലാറിന്റെ ചരമ ഘോഷയാത്ര ഇവിടുന്ന് അദ്ദേഹത്തെ ഈ രാഘവപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവിന് നമ്മുടെ മുഖ്യമന്ത്രിമാരേക്ക് പോകുന്ന സമയത്തുള്ളതുപോലെ വലിയ ഒരു ജനാവലി അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നുവെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ അപൂർവം ചില ആളുകൾക്കായിരിക്കും സാംസ്കാരിക നായകന്മാർക്ക് അതുപോലെയുള്ള യാത്രയപ്പ് ലഭിച്ചിട്ടുണ്ടാകുക. അപ്പൊ അത്രയേറെ ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന ഒരു വ്യക്തിത്വമായിരുന്നു വയലാർ എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. എന്തായാലും ശരി, ആദ്യം ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം കൂടി ഉള്ളതുകൊണ്ട് ആ ഉദ്ഘാടനം ചെയ്തു എന്ന് ആദ്യമേ ഒന്ന് പറയാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് മറന്നു. പലപ്പോഴും ഈ അവസാനം ഈ പ്രസംഗിച്ച് നിർത്തി പോകുമ്പോൾ ഈ ഒരു വാക്ക് വിട്ടുപോകും. അപ്പോ ഞാനിത് പ്രഖ്യാപിക്കുന്നൊന്നുമില്ല, ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അപ്പൊ ഈ പരിപാടി ആദ്യം ഉദ്ഘാടിക്കുന്നു. അപ്പൊ ഈ വയലാറിന്റെ കവിയെയും ഗാനരചയിതാവിനെയും സാംസ്കാരിക നായകനെയൊക്കെ കൂടെ ചേർത്ത് വളരെ ചുരുക്കം ചില വാക്കുകൾ പറയാൻ മാത്രമാണ് ഞാനിപ്പോൾ ഉദ്യോഗിക്കുന്നത്. വയലാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചേർത്തലയിലെ അടുത്തുള്ള വയലാർ എന്ന സ്ഥലത്ത് രാഘവപ്പറമ്പിലാണ് ജനിച്ചത്. എല്ലാവർക്കും അറിയാം. രാമവർമ്മ തിരുമുൽപ്പാട് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാനപ്പേരൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ആദ്യം കവിത എഴുതിയത് ഈ പേര് വെച്ചാണ്. ഈ പേര് വെച്ച് പഞ്ചീശമംഗളം പോലെ ഒരു ചിത്രതിരുനാൾ സ്തുതി എഴുതിക്കൊണ്ടാണ് ശരിക്കും അദ്ദേഹത്തിന്റെ കാവ്യജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം ആദ്യമായിട്ട് ഒരു പുസ്തകം പാദമുദ്രകൾ എഴുതിക്കൊണ്ടത് പ്രസിദ്ധീകരിക്കാൻ പോകുമ്പോൾ പ്രസാധകനാണ് പേര് മാറ്റുന്നത്. ഈ തിരുമുൽപ്പാടൊന്നും വേണ്ട, അത് മാറ്റിയിട്ട് സ്ഥലപ്പേര് വെച്ച് എഴുതാമെന്ന് പറഞ്ഞിട്ട് വയലാർ രാമവർമ്മ എന്ന പേര്, അന്നത്തെ പൈ കമ്പനിയുടെ ഉടമയാണ് ആ പേര് മാറ്റുന്നത്. എന്നാൽ പിന്നീട് ആ മാറ്റിയ പേര് വളരെ പ്രചാരത്തിൽ വരികയാണ് ഉണ്ടായത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകത്തിന് ഒരുപാട് കോപ്പികൾ വിറ്റെങ്കിലും സാമ്പത്തികമായി ലാഭമൊന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ആദ്യത്തെ പാദമുദ്രകൾ 1948 പുറത്തിറങ്ങുന്ന പുസ്തകമാണ്. അപ്പോൾ അത് വാസ്തവത്തിൽ ഇന്ത്യൻ ദേശീയതയുടെയും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയൊക്കെ ഓർമ്മകൾ അയവിറക്കുന്ന, പിന്നെ മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് അതിൽ കൂടുതൽ കവിതകൾ, അത്തരം കവിതകളൊക്കെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്കറിയാം വയലാർ അധികം പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല. വാസ്തവത്തിൽ വളരെ കുറച്ച് പുസ്തകങ്ങളാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കൊന്തയും പൂനൂലും, എനിക്ക് മരണമില്ല, ആയിഷ, ഒരു ജൂഡാസ് ജനിക്കുന്നു, എൻ്റെ മാറ്റുലി കവിതകൾ, സർഗസംഗീതം, ഇങ്ങനെ വളരെ കുറച്ച് കവിതാ സമാഹാരങ്ങളും കുറച്ച് കവിതകളും മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ ആ എഴുതിയ കവിതകളിലൂടെ ശാശ്വതമായ പ്രതിഷ്ഠ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വൈശിഷ്ട്യമായി നമ്മൾ കാണുന്നത്. ഈ കൊന്തയും പൂണൂലും എന്ന ഈ രണ്ടാമത്തെ കവിതാ സമാഹാരത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ കാവ്യ ലക്ഷ്യം പറഞ്ഞുറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. താൻ ആരുടെ കൂടെയാണ്, തന്റെ കവിതയിൽ താൻ മുഖ്യമായി ഊന്നുന്നത് എന്താണ് എന്ന് മുന്നോട്ട് വയ്ക്കുന്നതിന് ഈ രണ്ടാമത്തെ പുസ്തകത്തിലൂടെ സാധിച്ചു. കൊന്തയും പൂണൂലും എന്ന് പറയുമ്പോൾ തന്നെ അത് രണ്ട് അടയാളങ്ങളാണ്, മതചിഹ്നങ്ങൾ. ഈ മതചിഹ്നങ്ങളെ വച്ചുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ ആണ് മതങ്ങളെ സൃഷ്ടിക്കുന്നതെന്നും ആ മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിക്കുന്നുവെന്നും മതങ്ങളും ദൈവങ്ങളും മനുഷ്യനും കൂടെ ചേർന്ന് മണ്ണിനെ പങ്കുവയ്ക്കുന്നു എന്നുള്ള പിന്നീട് ഒരു ചലച്ചിത്ര ഗാനത്തിൽ കൂടെ വളരെ ലളിതമായി പറഞ്ഞ ആശയത്തെ ഈ കൊന്തയും പൂണൂലും എന്ന സമാഹാരത്തിലെ കവിതകളിലൂടെ അതിശക്തമായി പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴാണ് അദ്ദേഹം കുറച്ചുകൂടെ ശക്തമായ രചനകൾ എഴുതുന്നത്. ഒരു ജൂഡാസ് ജനിക്കുന്നതൊക്കെ അപ്പോൾ ഒരു ഇരുത്തം എന്ന കവിയായി വയലാർ മാറുകയാണ്. ആയിഷയിലേക്ക് വരുമ്പോഴാണ് ഒരു വളരെ പോപ്പുലറായ ഒരു കവിയായിട്ട് വയലാർ. അത് നമുക്കറിയാം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഉത്സവപ്പറമ്പുകളിൽ പതിവായി കേട്ടിരുന്ന കഥാപ്രസംഗങ്ങളിൽ ഒന്നായിരുന്നു ആയിഷ എന്ന് പറയുന്നത്, സാംബശിവന്റെ കഥാപ്രസംഗം. അപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് സാംബശിവൻ. അതുപോലെ സാംബശിവനെ വളർത്തുന്നതിൽ പ്രസ്ഥാനവും പങ്കുവഹിച്ചു. അപ്പൊ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു പരസ്പരം
കൊള്ളക്കൊടുക്കയുടേതായ ഒരു തലം ഈ പാർട്ടിയും സാംബശിവനും തമ്മിലുണ്ട്. അപ്പോൾ സാംബശിവൻ അത് മാത്രമല്ല ചെയ്തത്, ലോകോത്തരമായ സാഹിത്യ കൃതികളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുക. ഒരു ഏകാംഗ പ്രകടനത്തിലൂടെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. 2-2.5 മണിക്കൂർ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് ബൃഹത്തായ ഒരു കാവ്യത്തെയോ ഒരു സാഹിത്യ കൃതിയെയോ ചുരുക്കി ഉള്ളം കൈയിൽ ഒതുക്കി സാമാന്യ ജനത്തിന് പറഞ്ഞു കൊടുക്കുക. അത് 20-ാം നൂറ്റാണ്ടായാലും വിലയ്ക്ക് വാങ്ങാം ആയാലും ഷേക്സ്പിയറുടെ കൃതികളായാലും ടോൾസ്റ്റോയ്സ്കിയുടെ കൃതികളായാലും ഒക്കെ മലയാളികൾക്ക് സാധാരണ നാട്ടിൻപുറത്തുകാരന് പോലും പ്രാപ്യമാകത്തക്ക രീതിയിൽ അവതരിപ്പിച്ച വലിയ കലാകാരനായിരുന്നു സാംബശിവൻ. അപ്പൊ സാംബശിവന്റെ കഥയിലൂടെയാണ് ഒരുപക്ഷെ ആയിഷ എന്ന കാവ്യം കൂടുതൽ നാട്ടിൻപുറങ്ങളിലേക്ക് എത്തിയത്. അവിടെ പല സ്ഥലത്തും വയലാറിന്റെ കാവ്യഭാഗങ്ങളെ അതേപോലെ തന്നെ സാംബശിവൻ ഉപയോഗിച്ചു. കത്തി കൊണ്ടരിഞ്ഞ് ഞാൻ കടയിൽ കെട്ടിത്തൂക്കും എന്നുള്ള ആ പ്രയോഗം വയലാറിന്റെ തന്നെ പ്രയോഗങ്ങൾ കവിതയിൽ ഉപയോഗിച്ചത് തന്നെ സാംബശിവൻ ഉപയോഗിച്ചു. അഗ്രമാണെന്ന കഥാപാത്രത്തിന്റെ ക്രൗര്യം മുഴുവൻ ആ പിന്നെ വയലാറിന്റെ തന്നെ വരികളിലൂടെയാണ് സാംബശിവൻ അവതരിപ്പിച്ചത്. ഒരുപക്ഷെ ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് തലത്തിലൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാവ്യമാണ് ആയിഷ എന്ന് പറയുന്നത്. ഒരു ദരിദ്രയായ ഒരു പെൺകുട്ടിയുടെ, സുന്ദരിയായ ഒരു പെൺകുട്ടി, അവളുടെ ആ ചെറിയ പ്രായത്തിൽ അവളുടെ പിതാവിനാൽ തന്നെ അവഗണിക്കപ്പെടുകയും അല്ലെങ്കിൽ അവള് വിൽക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും ഹീനമായ ഒരു അവസ്ഥ അവതരിപ്പിച്ചുകൊണ്ട് ജനഹൃദയങ്ങളുടെ ഇടയിലേക്ക് കടന്നു കയറുകയായിരുന്നു വയലാർ. ആഖ്യാനകൾ വയലാർ ഒരുപാട് ആഖ്യാനകൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായതാണ് ഈ ആയിഷ എന്ന് പറയുന്ന ഖണ്ഡകാവ്യം. ഈ ഖണ്ഡകാവ്യത്തിലൂടെയാണ് വയലാർ വളരെ പോപ്പുലറായി തീർന്നത്. അതേസമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പൊതുവെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും പുരോഗമനോന്മുഖമായ രചനകൾ എഴുതുമ്പോഴുമൊക്കെ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹം ജനിച്ചത് വയലാറിലാണെന്ന് നമുക്കറിയാം. വയലാർ പിന്നെ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ തന്നെയുള്ള പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിനടുത്ത് തന്നെയാണ് വലിയ കലാപങ്ങൾ നടന്നത്, വലിയ ജനകീയ മുന്നേറ്റം നടന്നത്. CP രാമസ്വാമി അയ്യരുടെ പട്ടാളം ഇറങ്ങി ഒരുപാട് മനുഷ്യരെ കൊലപ്പെടുത്തിയത്. അതിൻ്റെയൊക്കെ ഓർമ്മകളിൽ നിന്നുകൊണ്ട് അതിലെ ഒരു സമര നായകന്റെ തന്നെ ശിഷ്യത്വത്തിലൂടെയാണ് വയലാർ വളർന്നു വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വയലാറിലേക്ക് ആ ഒരു രാഷ്ട്രീയ ബോധവും പുരോഗമന ചിന്തയും ഒക്കെ വളർത്തിയെടുത്തത് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ഗുരു എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആ വയലാർ സമര നായകന്മാരിൽ ഒരാളാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ സമരവീര്യം ഉൾക്കൊണ്ടുകൊണ്ട് വളരുകയും നിസ്വരായ മനുഷ്യരോട് പിന്നെ വളരെ ദരിദ്രരായ ജനവിഭാഗത്തോട് സ്നേഹം പുലർത്തുകയും പുരോഗമന ചിന്ത വെച്ച് പുലർത്തുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ആശയമായി കണ്ടുകൊണ്ടാണ് പിന്നീട് കവിതകൾ എഴുതിയത്. അതിന് അദ്ദേഹം സ്വീകരിച്ച പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നന്നായിട്ട് സംസ്കൃതം അറിയാമായിരുന്നു. പാരമ്പര്യമായിട്ട് സംസ്കൃതം പഠിച്ച ആളാണ്. കാവ്യം, വേദവും പുരാണങ്ങളൊക്കെ നല്ലോണം പഠിച്ച ആളാണ്. അതൊക്കെ അദ്ദേഹം പലതരത്തിൽ കവിതയിലും പാട്ടിലൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയത്ത് തന്നെ അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം, അദ്ദേഹം സ്വാഭാവികമായിട്ട് ചങ്ങമ്പുഴ കളരിയിൽ വളർന്നു വന്ന ഒരാളാണ്. ചങ്ങമ്പുഴയുടെ സ്വാധീനം അക്കാലത്തെ എല്ലാ കവികൾക്കും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അത് ഒരു നല്ല അളവിൽ വയലാറിനെ ശക്തമായി സ്വാധീനിച്ച കവിയാണ് ചങ്ങമ്പുഴ. പക്ഷെ ചങ്ങമ്പുഴയുടെ സ്വാധീനത്തിൽ നിന്ന് പിന്നീട് അദ്ദേഹം മാറുന്നു. ചങ്ങമ്പുഴയുടെ സ്വാധീനത്തിൽ അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിച്ചത് ചങ്ങമ്പുഴ ധാരാളം നാടോടി ശീലുകളെയും ഈണങ്ങളെയും കവിതകളിൽ ഉപയോഗിച്ചു. അതുപോലെ വയലാറിന്റെ കവിതകൾ നോക്കിയാലും നമുക്ക് കാണാം ഇത്തരത്തിലുള്ള നാടോടി ഈണങ്ങളും ശീലുകളും ഉപയോഗിക്കുകയും അതുവഴി ഏത് കവിതയെയും ജനഹൃദയങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ ഈ നാടോടി താളത്തിന്റെയും നൃത്തത്തിന്റെയുമായ ഒരു മേഖല നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ഈ ചങ്ങമ്പുഴയുടെ ഒരു ശിക്ഷണത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വയലാറിന്റെ പല കവിതകളിൽ സംഭാഷണ ഭാഗങ്ങൾ അതേപടി ഉൾപ്പെടുത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. നേരിട്ടുള്ള സംഭാഷണങ്ങൾ പോലും കവിതയിൽ കൊണ്ടുവന്ന് അത് ഉപയോഗിക്കുന്ന രീതി അദ്ദേഹം പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അപ്പോൾ കാവ്യശില്പത്തിൽ അങ്ങനെ ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ വരുത്താനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. പ്രമേയത്തിൽ ജനകീയമായ വിഷയങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ആയിരുന്നു. ഞാൻ
അദ്ദേഹത്തിന്റെ ചില കവിതകളെ കുറിച്ചുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അത് വിശദീകരിക്കാം. അപ്പോ അതുപോലെ നല്ല ഒന്നാം തരം കാവ്യ ബിംബങ്ങൾ അക്കാലത്ത് തന്നെ കവിതയിൽ, ഇപ്പൊ ആയിഷ എന്ന് പറയുന്ന കവിത നോക്കിയാൽ നമുക്കറിയാം. ഇരുളിൻ കരിമ്പടക്കെട്ട് എന്നൊക്കെയുള്ള ഇരുളിൻ കരിമ്പടക്കെട്ട്, അതുപോലെ തന്നെ പുലരിതൻ ചോരക്കുഞ്ഞ്, ചുണ്ടിലെ മണിയൊച്ച. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ധാരാളമായി അദ്ദേഹത്തിന്റെ കവിതയിൽ നമുക്ക് കാണാം. വളരെ സമർത്ഥമായ ബിംബങ്ങൾ ഉപയോഗിക്കുക. പ്രേതത്തിൻ വിളറിയ ചിരിപോൽ പല്ലും കാട്ടി പാതിര മരവിച്ചു വീണ പാതയിലൂടെ. അപ്പൊ ആ ഒരു കാലത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിന്റെ തന്നെ പ്രത്യേകത വ്യക്തമാക്കുന്നതിന് വേണ്ടി ആ രാത്രിയുടെ ഒരു ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രേതത്തിൻ വിളറിയ ചിരിപോൽ പല്ലും കാട്ടി പാതിര മരവിച്ച് വീണ പാതയിലൂടെ എന്ന് പ്രയോഗിക്കുക. ഇങ്ങനെയുള്ള ധാരാളം പ്രയോഗങ്ങൾ അദ്ദേഹത്തിന്റെ കവിതയിൽ നമുക്ക് കാണാം. പിന്നെ മനുഷ്യൻ ആണ് ഏറ്റവും വലുത്, മനുഷ്യനാണ് അജയ്യൻ എന്നുള്ളൊരു മുദ്രാവാക്യം എപ്പോഴും കവിതയിൽ ഉയർത്തിപ്പിടിച്ച ആളാണ് വയലാർ. അപ്പോ എനിക്ക് മരണമില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ, ഒരിക്കലും വിജിഗീഷുവായ ഒരു മനുഷ്യൻ, വിശ്വവിജയിയായ മനുഷ്യൻ, അവന്റെ ജൈത്രയാത്ര, ഇതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അശ്വമേധം എന്ന കവിതയിൽ, എനിക്ക് മരണമില്ല എന്ന കവിതയിലൊക്കെ നമ്മൾ കാണുന്നത് ആ ഒരു വിശ്വവിജയിയായ മനുഷ്യനാണ്. അപ്പം ഈ ദൈവം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നുമായിരുന്നില്ല. ദൈവം ഇല്ല എന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞിരുന്നു. അദ്ദേഹം ജീവിതാന്ത്യം വരെ ദൈവം ഇല്ല എന്ന ഒരു അവിശ്വാസത്തിന്റെ രീതി പിന്തുടരുകയും ചെയ്തിരുന്നു. അല്ല ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ആളായിരുന്നില്ല അദ്ദേഹം. നമ്മുടെ പല ആളുകളും ചിലപ്പോൾ പുറത്ത് ദൈവം ഇല്ല എന്ന് പറയുകയും വേറെ വഴിയിൽ കൂടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള കപട യുക്തിവാദമോ കപട നാസ്തികതയോ ഉള്ള ആളായിരുന്നില്ല വയലാർ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സിനിമാ പാട്ട് ഞാൻ അടുത്ത ദിവസം ശ്രദ്ധിച്ചു. അതിൽ പറയണം, ദൈവങ്ങൾക്കിടയിൽ ജന്മികൾ. അപ്പം ആലുവാപ്പുഴയ്ക്ക് അക്കരെ ഒരു പൊന്നമ്പലം, ആലുവാപ്പുഴയ്ക്ക് ഇക്കരെ ഒരു പൊന്നമ്പലം എന്ന് പറയുന്ന ആ പാട്ടിനകത്ത് പറയുന്നത് ദൈവങ്ങൾക്കിടയിൽ ജന്മികൾ. അപ്പോൾ ഒരിടത്ത് പൂജിക്കാനൊന്നുമില്ല. അവിടെ ഒരു എംബ്രാതി ഒരു പാവപ്പെട്ട ഒരു പൂജാരി മാത്രമേ ഉള്ളൂ. മറ്റിടത്താണെങ്കിൽ ഇഷ്ടംപോലെ വിളക്കും സ്വർണവും ഒക്കെ ഉണ്ട്. അപ്പോൾ അയ്യപ്പനെ പോലെ സമ്പന്നരായുള്ള ദൈവങ്ങൾ കാണും, ഒന്നുമില്ലാത്ത ദൈവങ്ങളും കാണും. അപ്പൊ അത് വെച്ചിട്ട് ജന്മിത്വം എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ ദൈവങ്ങൾക്കിടയിലേക്ക് വരെ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ദൈവങ്ങൾക്കിടയിൽ ജന്മികൾ എന്ന് പറയുന്നത്. അതെ, പാവങ്ങൾക്കിടയിൽ ദൈവങ്ങളുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് വരുമ്പോൾ ആ പാട്ടിൽ തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പം വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ശാസ്ത്രീയമായ ദർശനം അദ്ദേഹത്തിന്റെ പല കവിതകൾ, ഗലീലിയോ പോലെയുള്ള കവിതകളിലൊക്കെ നമുക്ക് കാണാം. ദൈവയുഗങ്ങളിലൂടെ തുടങ്ങിയ കവിതകളിലൊക്കെ ഉണ്ട്. ചങ്ങമ്പുഴയിൽ നിന്ന് വ്യത്യസ്തനാകുന്ന മറ്റൊരു സന്ദർഭം കൂടെ ഞാൻ സൂചിപ്പിക്കാം. ചങ്ങമ്പുഴയുടെ പ്രസിദ്ധമായ കൃതി നമുക്കറിയാം, രമണൻ. രമണൻ എന്ന് പറയുന്ന കൃതിയിൽ പ്രണയ നൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതാണ് അതിലെ നായകനായ രമണൻ. വർഷങ്ങൾക്ക് ശേഷം വയലാർ ഒരു കവിത എഴുതി, രമണന്റെ ശവകുടീരത്തിൽ എന്നാണ് കവിതയുടെ പേര്. അപ്പൊ രമണന്റെ ശവകുടീരത്തിൽ എന്ന കവിതയിൽ വയലാർ എഴുതുകയാണ്, ഞാനൊരു രമണന്റെ വീക്ഷിത്തം കാണിക്കില്ല, മാനത്തു ചിരിക്കുന്ന നക്ഷത്രത്തിനെ നോക്കി കയർ ഞാൻ എടുത്തേക്കാം, കുടിക്കിട്ടതിനുള്ളിൽ ഉയരുന്നാളും പക്ഷേ പുറത്തുടക്കുകയില്ല. കയർ ഞാൻ എടുത്തേക്കാം, കുടുക്കിട്ടതിനുള്ളിൽ ഉയരുന്നാളും പക്ഷേ പുറത്തുടക്കുകയില്ല. അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രേമിക്കാൻ പരസ്പരം സ്നേഹിക്കാൻ കൂട്ടാക്കാത്ത സാമൂഹ്യ ഘടനകൾ കഴുത്തിൽ ചുറ്റിക്കെട്ടാൻ കയർ ഞാൻ എടുത്തേക്കാം. അപ്പൊ രമണൻ കയറെടുക്കുന്നതും താൻ കയറെടുക്കുന്നത് രണ്ട് കാര്യത്തിനാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ സാമൂഹിക ഘടനയുടെ കഴുത്തിൽ ചുറ്റിക്കെട്ടാനാണ് ഞാൻ കയറെടുക്കുന്നത് എന്ന് ഈ സമൂഹത്തെ നോക്കി പറയുകയാണ് രമണന്റെ തുടർച്ചയായി എഴുതുന്ന രമണന്റെ ശൗര്യത്തിൽ എന്ന കവിതയിലൂടെ. അപ്പൊ അങ്ങനെ അദ്ദേഹം അടുത്ത മുളങ്കാട് എന്ന് പറയുന്ന സമാഹാരത്തിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തമായ കവിതകൾ നമ്മൾ കാണുന്നത്, മാനിഷാദ് പോലെയുള്ള കവിതകൾ. അപ്പൊ ഈ മാനിഷാദ് എന്ന കവിതയിലാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു അടയാളവാക്യമായി പറയാറുള്ള വളരെ പ്രസിദ്ധമായ രണ്ട് വരികൾ ഉണ്ടല്ലോ.
സ്നേഹിക്കയില്ല ഞാൻ, നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പറയുന്ന ആ വളരെ വിഖ്യാതമായ വരികൾ അവിടെയാണ് നമ്മൾ കാണുന്നത്. അവിടെ മാനിഷാദ എന്ന ആ ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ അമ്പയിൽ കൊല്ലുന്ന ആ കാടത്വം, ആ വേടന്റെ ആ ഒരു അന്നത്തെ ഒരു അനുഭവം അത് വെച്ചിട്ട് അദ്ദേഹത്തെ പുതിയ കാലത്തോട് ചേർത്ത് വായിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. സാമാന്യ ദീർഘമായ ആ കവിത. അപ്പോൾ ആ കിളികളുടെ പ്രണയസല്ലാപവും ഈ കാട്ടാളന്റെ കടന്നുവരവും അമ്പയ്യലും ഒക്കെ ഇങ്ങനെ ഘട്ടം ഘട്ടമായി പറഞ്ഞുപോയി. എന്താണ് ഈ മാനവ സ്നേഹമാണ് ഏറ്റവും വലിയ ആദർശം എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് കവിതയിലൂടെ ചെയ്യുന്നത്. നാഗസാക്കിയിലെ കുരിശ് പോലെയുള്ള കവിത യുദ്ധത്തിനെതിരായിട്ടുള്ള വലിയ സന്ദേശം. അപ്പൊ ഇങ്ങനെയുള്ള ഈ സാമൂഹികമായി പ്രാധാന്യമുള്ള എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുണ്ടെന്നാണ് നാം മനസ്സിലാക്കുന്നത്. പിന്നെ അദ്ദേഹം ഈ സർഗസംഗീതത്തിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു ഏറെ വിവാദം സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ പലതരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട വായനകൾക്ക് ഇടവരുത്തുകയൊക്കെ ചെയ്ത വാളല്ലൻ സമരായുധം ക്ഷണക്ഷണത്വാരം മുഴക്കാൻ ആളല്ലൻ കരവാൾ വിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ച് ഞാനത് പറയുന്ന ആ വരികൾ വരുന്നത്. അത് പക്ഷേ പിന്നീട് ഈ വരികൾ എഴുതിയതിന്റെ പേരിൽ അദ്ദേഹത്തിന് തന്നെ എന്തോ മനസ്താപം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം എൻ്റെ ബന്ധഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്തുന്ന കവിതകളൊക്കെ പിന്നീട് അദ്ദേഹം ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി പലപാട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം വീണ വാങ്ങിച്ചത് ഞാൻ ഉറക്ക് പാട്ടും പാടി സഞ്ചരിക്കാനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് താൻ പറഞ്ഞത് തെറ്റായി പോയോ എന്നുള്ള ഒരു സംശയം ഉൾക്കൊള്ളുന്ന ഒരു കവിയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ശരി, ഈ സംഘസംഗീതം എന്ന കവിതയിൽ തന്നെ എന്തിനാണ് താനിത് ചെയ്തതെന്ന് അദ്ദേഹം അടുത്ത വരികളിൽ പറയുന്നുണ്ട്. നമ്മൾ പലരും അത് ശ്രദ്ധിച്ചിട്ടില്ല. വാൾ വിറ്റ് വാള് കളഞ്ഞ് എന്തിനാണ് വീണ വാങ്ങിച്ചതെന്നുള്ളത് അടുത്ത വരിയിൽ പറയുന്നുണ്ട്. എന്താണ്? കാളത്തത്തെ മനസ്സിലിട്ട് കവിയായി മാറ്റുന്ന വൽമീകമുണ്ട്, ഓടക്കുഴലിന്റെ ഗീത എഴുതി സൂക്ഷിച്ച പൊന്നോലയും ഓടക്കാതിര കൊണ്ടുവന്ന മനുരാത്മാവിന്റെ കണ്ണീരുമായി മൂടൽ മണ്ണിൽ മയങ്ങുമെന്നും ഇവിടെ വനച്ചോസ്നകൾ. അവിടെ ഇന്ത്യയുടെ ഭാരതീയമായ കാവ്യ പാരമ്പര്യത്തെ അദ്ദേഹം പറയുക. അവിടെ വാൽമീകിയും വ്യാസനും കാളിദാസനും അവർ കൊണ്ടുവന്ന വലിയ ഒരു ദർശനത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഈ മനുഷ്യാത്മാവിന്റെ ജീവിത മഹാഗാഥ പറഞ്ഞു വെച്ച ഈ കവികളുടെ ഒരു സംസ്കാരത്തെ തിരിച്ച് കൊണ്ടുവരുന്നതിനാണ് താൻ ഈ വാള് കളഞ്ഞ് വീണ എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാരതീയമായ ഒരു കാവ്യ പാരമ്പര്യത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിന് അദ്ദേഹം ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെ കവിതയിലൂടെ വയലാർ തീർത്തു വെച്ച വലിയ ഒരു ലോകമുണ്ട്. ആ ലോകം തീർച്ചയായിട്ടും എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും എഴുതിയ കവിതകളിലൂടെ വളരെ ശ്രദ്ധേയമായി തീർക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. നമ്മൾ മൊത്തത്തിൽ ചിന്തിക്കുമ്പോൾ മനുഷ്യത്വത്തിന് വേണ്ടി, മനുഷ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ശാസ്ത്രീയമായ ചിന്തയ്ക്ക് വേണ്ടി, ജാതിമതാതീതമായ ഒരു ദർശനത്തിന് വേണ്ടി നിലകൊണ്ട കവിയായിരുന്നു വയലാർ. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഈ അപ്പോൾ തനിക്ക് തോന്നുന്ന വണ്ണം പറയുന്ന ഒരാളായിരുന്നില്ല, മറിച്ച് വളരെ കൃത്യമായ ലക്ഷ്യബോധമുള്ള ഒരു കവിയായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കവിതകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കവിതയെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗാനങ്ങളിലേക്കാണ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യമുള്ളത്. അപ്പോൾ വയലാർ ഒരുപക്ഷെ കൂടുതൽ പ്രശസ്തനായതും ഇന്നും വയലാർ കൂടുതൽ അറിയപ്പെടുന്നതും ഒരു ഗാനരചയിതാവ് എന്നുള്ളത് തന്നെയാണ്. ONV വന്നതിന് ശേഷമാണ് വയലാർ ഗാനരംഗത്തേക്ക്. ONV 1955 കാലം മാറുന്നു എന്ന സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് ചലച്ചിത്രഗാന രംഗത്തേക്ക് വരുന്നത്. അടുത്ത വർഷം, തൊട്ടടുത്ത വർഷം വയലാർ വരുന്നുണ്ട്. 1956 കൂടെ പുറപ്പെടുന്നതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ. അതിൽ സംഗീതം നിർവഹിച്ചിട്ടുള്ളത് രാഘവനാണ്. രാഘവ മാസ്റ്ററുടെ സംഗീത സംവിധാനത്തിൽ പിന്നെ ചില ഗാനങ്ങളൊക്കെ ഈ കൂടെ പുറപ്പെടുന്ന സിനിമയിൽ അദ്ദേഹം എഴുതുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം 1959 ദേവരാജൻ മാസ്റ്ററും വയലാർ തമ്മിൽ യോജിക്കുന്നത്. ചതുരംഗം എന്ന ചിത്രം 1959. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പൊ നമ്മുടെ മലയാളത്തിലെ പ്രമുഖനായ ഒരു കവി, ഒരു IAS കവി
വയലാറിന്റെ ഒരു ജീവിതത്തിൽ എഴുതിയിരിക്കുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അതില് ചതുരംഗം എന്ന സിനിമയുടെ പേരെ കാണുന്നത്. വയലാറിന്റെ ആദ്യത്തെ സിനിമ കുടപ്പുറപ്പാണ്. കുടപ്പുറപ്പിന്റെ പേരും അതിൽ കാണുന്നില്ല. 1960 ഭാര്യ എന്ന ചിത്രത്തിലാണ് ദേവരാജൻ മാസ്റ്ററുമായിട്ട് ഒരുമിച്ച് ചേർന്ന് കാണുന്നത്. ഭാര്യ റിലീസാകുന്നത് 1962-ലാണ്. 62-ൽ ഭാര്യയും പാലാട്ട് കോമൻ വരുന്നു. ഈ രണ്ട് ചിത്രത്തിലും വയലാർ പാട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അതില് ഈ ഭാര്യ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ സംഗീതം ചെയ്തത് ദേവരാജൻ മാസ്റ്ററാണ്. 1959-ലാണ് ദേവരാജൻ മാസ്റ്ററും പിന്നെ വയലാറും തമ്മിൽ സിനിമയിൽ ഒരുമിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ വയലാറും ദേവരാജൻ മാസ്റ്ററും തമ്മിൽ ഒരുമിക്കുന്നുണ്ട് വെളികുടീരങ്ങളെ എന്ന പാട്ടിന് വേണ്ടി. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് വെളികുടീരങ്ങളെ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവ ഗാനം എന്നാണ്. പക്ഷെ വാസ്തവത്തിൽ വെളികുടീരങ്ങൾ അങ്ങനെ ഒരു പാർട്ടിക്ക് വേണ്ടി എഴുതിയ പാട്ടല്ല, മറിച്ച് 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അനുസ്മരിച്ചുകൊണ്ട് അതിന്റെ 1-ാം വാർഷിക ദിനത്തിൽ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതിനും വേണ്ടി വയലാർ എഴുതിയ പാട്ടാണ് വെളികുടീരങ്ങളെ എന്നുള്ള പാട്ട്. ഈ പാട്ടാണ് ദേവരാജൻ മാസ്റ്റർ ആദ്യമായി സംഗീതം നിർവഹിക്കുന്ന വയലാറിന്റെ ഗാനം. എന്നാൽ പിന്നീട് KPSC അവരുടെ ഒരുപാട് നാടകങ്ങളുടെ അവതരണ ഗാനമാക്കി അതിനെ മാറ്റുന്നുണ്ട്. ഒരുപാട് നാടകങ്ങളുടെ അവതരണ ഗാനമായി വെളികുടീരങ്ങളെ മാറി, വിപ്ലവ ഗാനമായി മാറി. എങ്കിലും ഇതാണ് അതിന്റെ ചരിത്രം. അപ്പൊ അതിനുശേഷമാണ് ദേവരാജൻ മാസ്റ്ററും വയലാറും കൂടെ ഒരുമിച്ച് 59-ൽ ഈ ചതുരംഗം എന്ന ചിത്രത്തിലൂടെ രംഗത്ത് വരുന്നത്. അദ്ദേഹത്തിന്റെ കൂടുതൽ ശ്രദ്ധേയമായ ഗാനങ്ങൾ വരുന്നത് ഭാര്യ എന്ന് പറയുന്ന സിനിമയിൽ തന്നെയാണ്. നമുക്കറിയാം, പെരിയാറ് തുടങ്ങിയ പാട്ടുകൾ, പിന്നെ ഒത്തിരി പാട്ടുകളുള്ള ഒരു സിനിമയാണ് ഈ പിന്നെ ഭാര്യ എന്ന് പറയുന്ന സിനിമ. പിന്നെ NV കൃഷ്ണവാര്യര് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ വയലാർ കവിതക്ക് കിട്ടാത്തതൊക്കെ, വയലാറിൽ നിന്ന് നമ്മുടെ മലയാള കവിതയ്ക്ക് കിട്ടാത്തതൊക്കെ അദ്ദേഹം സിനിമയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ സിനിമാ ഗാനങ്ങളിലൂടെയാണ് പിന്നീട് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ കവിത പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കവിത ഏറ്റവും ശക്തമായി അതിന്റെ മുഴുവൻ സൗന്ദര്യത്തോടും കൂടി പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പാട്ടുകളിലാണെന്ന് നമുക്ക് കാണാം. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഇപ്പൊ അദ്ദേഹം ഒരു പാട്ടിൽ എഴുതുകയാണ്, വെള്ളി നിലാക്കടൽ പൂനിഴൽ കാട്ടിലെ പുള്ളിമാൻ പേടയി രാത്രി, വാനിന്റെ വക്കിൽ നിന്ന് ആടിയൂർന്നെത്തിയ വാർമയിൽ പേടയി രാത്രി. ഒന്നാം തരം കാവ്യാത്മകമായ പ്രയോഗമാണ്. അപ്പോ ഈ പുള്ളിമാൻ പേടയായും വാർമയിൽ പേടയായും രാത്രിയെ കാണുകയാണ്. ഒരു മയിൽപേടയായും ഒരു മാൻപേടയായും രാത്രിയെ ദർശിക്കുന്ന കാവ്യഭാവന. പക്ഷെ പിന്നെ ഈ സന്ദർഭമായിട്ടൊന്നും ഈ പാട്ടിനൊരു ബന്ധം കാണില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ചുക്കെന്ന് പറയുന്ന സിനിമയില് ഷീലയും മധുവാണ് നായകന്മാരും. ഈ അതിനകത്താണ് വളരെ പ്രസിദ്ധമായ വെൺചന്ദ്രലേഖയുടെ അപ്സര സ്ത്രീ എന്ന് പറയുന്ന വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര. ഈ വിപ്രലംബ ശൃംഗാര നൃത്തം ഞങ്ങൾ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നവർക്ക് അറിയാവോ വാസ്തവത്തിൽ എന്താണെന്ന്. പക്ഷെ ആ കവിതയിൽ അദ്ദേഹം നേരിട്ടെടുത്ത് പ്രയോഗിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അവിടെ ഇത്തരത്തിലുള്ള സംസ്കൃത പ്രയോഗങ്ങളൊക്കെ സാധാരണക്കാരിലേക്ക് കൂടി എത്തത്തക്ക വിധത്തിൽ ഒരുപാട് പാട്ടുകളിൽ അവതരിപ്പിച്ചിട്ടുള്ള കൂടിയാണ് വയലാർ നമുക്ക് കാണുന്നത്. ഇപ്പൊ ഒരുപാട് പിന്നെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാല്, നമ്മുടെ പൂർവ്വ കവികളെ സിനിമാ പാട്ടുകളിൽ ഒരുപാട് അദ്ദേഹം കൊണ്ടുവരികയോ അനുസ്മരിക്കുകയോ അവരുടെ പ്രയോഗങ്ങൾ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മലയാളി ദിനവും മധുചന്ദ്രികയിൽ മഴവിൽ പൊടിയുടെ മുലമുക്കി എഴുതാനൊഴുകി കൽപ്പന ദിവ്യമൊരു അഴകിനെ എന്നെ മറന്നു ഞാൻ എന്ന് മനസ്സിനി എന്ന കവിതയിൽ ചങ്ങമ്പുഴ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ വയലാർ മധുചന്ദ്രികയുടെ ചായത്തളികയിൽ മഴവിൽ പൂങ്കൊടി ചാലിച്ചു എന്നുള്ള മട്ടിൽ അദ്ദേഹം പാട്ടായി മാറ്റി. അപ്പോ ഈ വയലാറിന്റെ ചങ്ങമ്പുഴയുടെ ഈ കാവ്യഭാവനയെ മറ്റൊരു തരത്തിൽ സ്വന്തം പാട്ടിലേക്ക് അദ്ദേഹം കൊണ്ടുവരും. വേറൊരിടത്ത്
ചങ്ങമ്പുഴയെ തന്നെ അദ്ദേഹം ഓർക്കുകയാണ്. ശ്രീനഗരത്തിലെ ചിത്രവനത്തിലെ ശിശിര മനോഹര ചന്ദ്രി എന്ന് പറയുന്ന ആ പാട്ടിൽ അദ്ദേഹം അടുത്തത് ചങ്ങമ്പുഴയുടെ കവിതകൾ പാടും. ശൃംഗാര പുഴക്കടവിൽ നീരാറ്റിലിറങ്ങുമ്പോൾ നൂറുനൂറ് ഓളങ്ങൾ നിന്നെ പൊതിയുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചങ്ങമ്പുഴ കവിതയുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭത്തെ അദ്ദേഹം ഉദ്ധരിക്കുന്നു. വീണപ്പൂവെ വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ എന്ന് ഒരു കവിതയിൽ പറയുന്നു. മറ്റൊരു കവിതയിൽ പല്ലരയാറ്റിൻ തീരത്ത് പത്മനാഭ കുടീരത്തിൽ എന്ന് പറഞ്ഞ് നമ്മുടെ കുമാരനാശാന്റെ ഓർമ്മ കൊണ്ടുവരുന്നു. ഇനി മറ്റൊരു സ്ഥലത്താണെങ്കിൽ വെണ്ണ തോൽക്കും ഉടലിൽ സുഗന്ധിയ വെണ്ണ തേച്ചെന്ന് പറഞ്ഞിട്ട് വളരെ പ്രസിദ്ധമായ വള്ളത്തോളിന്റെ വരികൾ ഗണപതി എന്ന കവിതയിൽ വള്ളത്തോൾ എഴുതിയതിന് വെണ്ണ തോൽക്കും ഉടലോടെ എന്ന് പിന്നെ ഒരു സുന്ദരിയുടെ അല്ലേ എന്ന സിനിമയിൽ ഒരു പാട്ട് മാറ്റിയിരുന്നു. സാമ്യം അതെന്നോ ഉദ്യാനം എത്രയും ആഭിരാമ്യമുണ്ടെന്ന് ന്യൂനം എന്ന് പറയുന്ന നളചരിതത്തിലെ വരികളെ സാമ്യം അതെന്നോ ഉദ്യാനമേ എന്നുള്ള പാട്ടിലേക്ക് അദ്ദേഹം മാറ്റി പ്രതിഷ്ഠിക്കുന്നു. തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് എന്നുള്ള വേറൊരു പിന്നെ പാട്ടുണ്ട്. അതും അദ്ദേഹം പിന്നെ തൊട്ടേനെ ഞാൻ എന്നുള്ള നളചരിതത്തിലെ പദമാണ്. അതിനെ തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് കെട്ടിപ്പിടിച്ചതിനെ എന്ന് മാറ്റി ഒരു പാട്ടിൽ ഉപയോഗിക്കുന്നു. ഇതിനെയൊക്കെ വെല്ലുന്ന ഒന്ന് രണ്ട് പ്രയോഗങ്ങളെ കുറിച്ച് ചോദിക്കാൻ. അതായത് കാളിദാസ ഭാവനയെ പോലും അതിശയിക്കുന്ന വയലാറിന്റെ ഭാവനയുണ്ട്. കാളിദാസന്റെ ഭാവനയെ പോലും അതിശയിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ശകുന്തള എന്ന ചിത്രത്തിലെ പാട്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ശകുന്തള എന്ന് പറയുന്ന ചിത്രത്തില് കന്യക എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടില് ചൂടാത്ത നവരത്ന മണി പോലെ, ചുംബനമറിയാത്ത പൂ പോലെ, നുള്ളാത്ത തളർ പോലെ, മീട്ടാത്ത ശ്രുതി പോലെ, നുകരാത്ത മധു പോലെ, നിന്നു നീ നുകരാത്ത മധു പോലെ എന്ന ഒരു പ്രയോഗം. ഈ പ്രയോഗം അദ്ദേഹത്തിന് കിട്ടിയത് കാളിദാസന്റെ നിന്നാണ്. കാളിദാസന്റെ ഇതേ സന്ദർഭത്തിൽ കാളിദാസൻ ശാകുന്തളത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് അനാഘ്രാതം കുസുമം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മൂക്കിൽ ചേർക്കാത്ത, അത് ഏഴാം രാജരാജം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നതെങ്കിലാണ് മൂക്കിൽ ചേർക്കാത്ത പുഷ്പം വിതലനമേൽക്കാത്ത പുത്രപ്രവാഹം. അതാണ് അദ്ദേഹം ചൂടാത്ത നവരത്ന മണി പോലെ എത്ര മനോഹരമായിട്ടാണ് മൂക്കിൽ അതെ അതിനെ ലളിതമായും അതേസമയം ഒന്നുകൂടി മനോഹരമായും പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല ഈ മീട്ടാത്ത ശ്രുതി പോലെ എന്നൊരു അധികം സാധനം കൂടി ഇതിനകത്ത് കൊണ്ടുവരാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ കവിത്വം എങ്ങനെ സിനിമാ പാട്ടുകളിലേക്ക് അതിശക്തമായി കടന്നു വരുന്നു എന്നൊരു ഉദാഹരണമായിട്ട് ഇതെടുക്കാം. ഇത് തന്നെ മറ്റൊരു ഭൂമിയിലെ പുഷ്പിണിയായി എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസിദ്ധമായ ഗാനം പനി നീർമഴ പൂമഴ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടിനകത്ത് അദ്ദേഹം പറയുന്നു, കൺവീലികളിൽ തങ്ങി ചുണ്ടിലെ കമലപ്പൂവുകൾ തുള്ളി, മാറിൽ പൊട്ടി തകർന്ന് ചിതറി, മൃദുലോമങ്ങളിൽ ഇടറി, പൊക്കിൽക്കുഴിയുടെ തടാകമാക്കിയ പവിഴ മഴത്തുള്ളി, പണ്ട് ശ്രീ പാർവതിയെ പോലെ നിന്നെയും സുന്ദരിയാക്കി എന്ന് അതൊക്കെ ദേവരാജ മാസ്റ്ററുടെ മ്യൂസിക്കാണ്. അപ്പൊ അതും ഈ സ്ഥിതാക്ഷണം പക്ഷമസു താഴിക അധര വയോധരോത്നിത്തെ നിപാത ചൂർമിത എന്ന് പറഞ്ഞ ക്ഷണവിമകളിൽ നിന്ന് തള്ളി ചുണ്ടിൽ കുളിർമുല മേലത്ത വീണുടനും തകർന്നു എന്നൊക്കെ വരുന്ന ആ ഭാഗത്തെയാണ് അദ്ദേഹം മനോഹരമാക്കി ഇവിടെ കൺവീലികളിൽ തന്നെ എന്നുള്ള രീതിയിൽ മാറ്റുന്നത്. അപ്പോൾ കാളിദാസന്റെ കാവ്യഭാവനയെ തന്നെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് കൂടുതൽ അർത്ഥഗരിമയോടുകൂടി അവതരിപ്പിക്കാനാണ് ഈ ഭാഗങ്ങളിലൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഗാനകലയുടെ സ്വർണ്ണ ചാമരം വീശിയ ഒരു കവിയായിരുന്നു അദ്ദേഹം. ഇങ്ങനെയുള്ള ഒരുപാട് കൽപ്പനകളിലൂടെ, ഒരുപാട് സാമ്യ ഭാവനകളിലൂടെ അദ്ദേഹം പുതിയ പുതിയ ലോകങ്ങൾ, കാവ്യ ലോകങ്ങൾ സിനിമാ പാട്ടുകളിൽ തീർത്തുവയ്ക്കുകയായിരുന്നു. അതുകൊണ്ട് എൻ വി കൃഷ്ണവാര്യർ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നമ്മുടെ കവിതയ്ക്ക് നഷ്ടപ്പെട്ടത് പാട്ടിലൂടെ ലഭിക്കുകയാണ്, പാട്ടിലൂടെ അത് സമർത്ഥമാവുകയാണ്. അപ്പോൾ ഈ പാട്ടുകൾക്ക് ഇത്രയും കൃത്യമാകാൻ ഒരു കാരണം ദേവരാജനെ പോലെയുള്ള ഒരു സംഗീതജ്ഞൻ കൂടി ഉണ്ടായതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ സംഗീതജ്ഞരെ സംബന്ധിച്ചിടത്തോളം സംഗീതജ്ഞൻ ഒരു സ്ഥലത്തിരിക്കും, പാട്ടെഴുത്തുകാരൻ വേറൊരു സ്ഥലത്തിരിക്കും, പാട്ട് പാടുന്ന രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരിൽ വേറെ രണ്ട് സ്ഥലത്തായിരിക്കും, ഓർക്കസ്ട്ര ഇതൊന്നും അല്ലാത്തൊരു സ്ഥലത്തായിരിക്കും. അതാണ് ഇന്നത്തെ റെക്കോർഡിംഗ് സിസ്റ്റം. ഇതൊന്നും അല്ലാതിരുന്നൊരു കാലത്ത് ഈ കവിയും
സംഗീതജ്ഞനും പാട്ടുകാരനും കൂടെ ഒരുമിച്ചിരുന്ന് ഒരേ സ്ഥലത്തിരുന്ന് ഇത് അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അപ്പോൾ കണ്ട് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയിരുന്ന ഒരു കാലത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് പാട്ടുകളൊക്കെ എന്ന് മാത്രമല്ല, ദേവരാജൻ മാസ്റ്റർക്ക് കൃത്യമായി കവിത തിരിച്ചറിയുമായിരുന്നു. നേരത്തെ ഞാൻ അർജുനെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് വയലാറിന്റെ കവിതയുടെ ജീവൻ, അതിലെ വാക്കിന്റെ അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ പദം മുറിക്കുന്ന കാര്യം പോലും ജാഗ്രതയോടുകൂടി ചെയ്തിരുന്ന ഒരാളാണ് ദേവരാജൻ മാസ്റ്റർ. അതിന്റെ ഗുണമാണ് ഈ പാട്ടുകൾക്കൊക്കെ ലഭിച്ചത്. അപ്പൊ എല്ലാത്തരം വിഷയങ്ങളെ കുറിച്ചും അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട്. വിപ്ലവം, പ്രണയം, ഭക്തിയില്ലാത്ത വയലാറിനെ പോലെ ഇത്രയും മനോഹരമായ ഭക്തിഗാനങ്ങൾ എഴുതിയ മറ്റു കവികളുണ്ടാവില്ല. ഭക്തി അദ്ദേഹത്തിനില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ആ ഭക്തിയുടെ വല്ലാത്ത ഒരു മേളനം, ഭക്തി ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നത് നമുക്ക് കാണാം. അത് ഒരുപാട് പാട്ടുകളുണ്ട്, ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നില്ല. അത് എല്ലാ ദൈവങ്ങളെ കുറിച്ചും എഴുതും. അത് ക്രൈസ്തവ ഭക്തിഗാനമായാലും വിശുദ്ധനായ സെബസ്ത്യാനോസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഒരു പാട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ പ്രമുഖ നിർമ്മാതായ കുഞ്ചാക്കോയുടെ മകളുടെ കല്യാണ ചടങ്ങിന് വേണ്ടി എഴുതിയതാണ്. ഇന്ന് ഒരുമാതിരിപ്പെട്ട പള്ളികളിലൊക്കെ പാടുന്ന പാട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ ഇത്തരം ധാരാളം പാട്ടുകൾ, ഭക്തി സാന്ദ്രമായ ഗാനങ്ങൾ, അതുപോലെ തന്നെ പ്രണയത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് പ്രണയഗാനങ്ങൾ. ധാരാളം പാട്ടുകൾ അങ്ങനെ എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കവിത ചിറകിൽ ഉയർന്നാലേ ഗാനത്തിന് അഴകറിയൂ എന്ന് ഒരു പാട്ടിൽ തന്നെ അദ്ദേഹം എഴുതിച്ചു. കവിതയുടെ ചിറകിൽ ഉയർന്ന് പറക്കുമ്പോഴാണ് ഗാനത്തിന്റെ അഴക് കൂടുതൽ വ്യക്തമാകുന്നത് എന്ന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്ന ഒരു കവിയാണ് വയലാർ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ കവിതകളിലും പാട്ടുകളിലും നമുക്ക് കവിതയുടെ ഒരു മേളനം കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം ഈ പ്രണയത്തെ ഒരു സ്ഥലത്ത് നിർവചിച്ചിട്ടുണ്ട്. അത് പറയാം, നോക്കുക. വെണ്ണക്കല്ലുകൊണ്ടല്ല, വെള്ളി നിലാവ് കൊണ്ടല്ല, സൗന്ദര്യ ദേവത നിന്നെ നിർമ്മിച്ചത് സൗഗന്ധികങ്ങൾ കൊണ്ടല്ല. കാമുകിയെ കുറിച്ച് പറയാണ്, രാസക്രീഡയിൽ കാമുകർ ചൂടും രോമാഞ്ചം കൊണ്ട് കരിപ്പിടിച്ചു. പ്രേമമെന്ന വികാരമൊരുക്കി കാമദേവൻ മെനഞ്ഞെടുത്തു, നിന്നെ മെനഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. സൗന്ദര്യ ദേവതയെ അങ്ങനെ തൻ്റെ ആരാധികയായ, തൻ്റെ പ്രേയസിയായ കാമുകിയെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പ്രണയത്തെയും അതുപോലെ തന്നെ പ്രണയ ഭാചനത്തെയൊക്കെ ഒരു പ്രത്യേകമായ ഈ അക്ഷര കൂട്ടുകൊണ്ട് സൗന്ദര്യത്തിൻ്റെതായ ഒരു മുരുക്കി ഒഴിക്കൽ സാധിക്കുന്നത് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ സാമൂഹിക വിപ്ലവപരമായ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ദേശീയ അവാർഡ് കിട്ടിയ പാട്ടാണ് അദ്ദേഹം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന പാട്ട് 1971. അപ്പോൾ അതിലൊരു ആശയം നമ്മൾ കൃത്യമായിട്ടും ഏത് കാലത്തെയും, പ്രത്യേകിച്ച് ഇന്ന് അതിന് വലിയ പ്രസക്തി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ ജാതി മതമൊന്നും ഇല്ലാന്ന് പറയുമെങ്കിലും ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സന്ദർഭത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും ഓർത്തു വയ്ക്കേണ്ട ഒരു പാട്ടാണ് ഇതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇന്ത്യ ഒരു പ്രാന്താലയമാകുന്നതെന്നും ഇവിടെ ജാതി മതങ്ങൾ എങ്ങനെയാണ് മനുഷ്യനെ തമ്മിലടിക്കുന്നതെന്നും കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ടാണ് അത്. അപ്പം വേറൊരു സ്ഥലത്തെ ഈശ്വരൻ ഹിന്ദു അല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല എന്നൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് എപ്പോഴും ചിന്തിച്ചിരുന്ന മനുഷ്യനാണ് ഇദ്ദേഹം. പക്ഷേ ഞാൻ മറ്റൊരു കാര്യം കൂടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മുടെ പഴയ കവികളെയൊക്കെ വിമർശിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പഴയ കവികളെ കുറിച്ച് പറയുമ്പോൾ ചിലർ അവരെ നന്നായി തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഞാൻ അടുത്ത കാലത്ത് വയലാറിനെ കുറിച്ചുള്ള ഒരു പഠനം വായിച്ചപ്പോൾ അതിൽ കണ്ടത് വയലാർ ഭയങ്കര വരേണ്യനായ ഒരു കവിയാണ്. വരേണ്യനായ കവി. അദ്ദേഹം ജനിച്ചത് ഒരു വരേണ്യ സമുദായത്തിലായിരിക്കാം, തിരുമുമ്പാടൊക്കെ ആയിട്ടായിരിക്കാം. പക്ഷെ ജീവിതത്തിലുടനീളം സാധാരണക്കാർക്ക് വേണ്ടി ജീവിക്കുകയും സാധാരണക്കാർക്ക് വേണ്ടി എഴുതുകയും ഒക്കെ ചെയ്ത ഒരു മനുഷ്യനെ അദ്ദേഹം ജനിച്ചത് അതിലായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വരേണ്യനാക്കുകയും അദ്ദേഹത്തിന്റെ കാവ്യ ബിംബങ്ങളൊക്കെ അങ്ങനെയുള്ളതാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു രീതിയും. അപ്പോൾ ഒരു പഴനിക്ക് കണ്ടു. ആ പഴനിക്ക് ഇടയാക്കിയ പാട്ട് പഴനിയില്ലാത്ത വീട് എന്ന സിനിമയിലെ
സുപ്രഭാതം സുപ്രഭാതം എന്ന് പറയുന്ന പാട്ടാണ്. ആ പാട്ടിൽ ഒരിടത്ത് എഴുതിയിട്ടുണ്ട്, അഞ്ചനക്കല്ലുകൾ മിനുക്കി അടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി പഴഞ്ഞിട്ടും പഴയില്ലാത്തൊരു പ്രപഞ്ച മന്ദിരമേ, നിന്റെ നാലുകെട്ടിന്റെ പടിപ്പുര മുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ. ഇത് വായിച്ചിട്ട് ഒരു നിരൂപകൻ പറയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിലെപ്പോഴും നാലുകെട്ടെന്ന് പറയുന്ന വലിയ സങ്കല്പങ്ങളെ വരുള്ളൂ. അപ്പൊ വാസ്തവത്തിൽ പ്രപഞ്ചത്തെ വലിയൊരു നാലുകെട്ടായി സങ്കല്പിക്കുക എന്നുള്ളത് മാത്രമേ അദ്ദേഹം അവിടെ ചെയ്തിട്ടുള്ളൂ. അതൊരു കാവ്യബിംബം മാത്രമാണ്. അല്ല അദ്ദേഹം നാലുകെട്ടുള്ള നിർമ്മിക്കാൻ വേണ്ടിയാണോ ഈ പാട്ട് എഴുതിയത്? ഇനി നമുക്ക് വള്ളത്തോളിന്റെ പ്രസിദ്ധമായ കവിതയുണ്ട്, വായനക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ സങ്കല്പ വായു വിമാനത്തിൽ കയറിയാണ്. പാവപ്പെട്ടവൻ എങ്ങനെ വിമാനത്തിൽ കയറുമെന്ന് ചോദിക്കാൻ പറ്റും. സങ്കല്പ വായു വിമാനത്തിൽ കയറുന്ന കാര്യമാണ് കവി പറയുന്നത്. അപ്പൊ കവിയുടെ സങ്കല്പമാണത്. കവി ഈ പ്രപഞ്ചത്തെ ഒരു വലിയ നാലുകെട്ട് ഒരുപാട് എടുപ്പുകളും മുറികളൊക്കെ ഉള്ള ഒരു വലിയ നാലുകെട്ട് പോലെയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഉദാത്തമായ കൽപ്പന കൊണ്ടുവരുന്നതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന തരത്തിലുള്ള വായനകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ച് വയലാറിനെ പോലെയുള്ള ഒരു കവി ജീവിത അവസാനം വരെ നിസ്വർക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഒരുപാട് സിനിമയിലൂടെ സമ്പാദിച്ചു കൂട്ടിയ ഒരാളല്ല. നമുക്കറിയാം അദ്ദേഹം കുറച്ച് പാട്ടുകളൊക്കെ എഴുതി, കവിതയൊക്കെ എഴുതി, തൊഴിലാളികൾക്കും പിന്നെ കർഷകർക്കൊക്കെ വേണ്ടി എഴുതുകയൊക്കെ ചെയ്ത ഒരു മനുഷ്യനെ നോക്കിയിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറച്ച് നാലുകെട്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സങ്കുചിതമായ വായനകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും വയലാറിനെ പോലെയുള്ള ഒരാളെ വായിക്കുമ്പോൾ അതിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നുള്ളത് തീർച്ചയായും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കവി അദ്ദേഹം ഒരു വേദമൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അതിന്റെ ഗുണം അദ്ദേഹത്തിന്റെ സംസ്കൃതത്തിൽ നല്ല വിൽപ്പത്തി കിട്ടി എന്നുള്ളതാണ്. അപ്പം അതുപോലെ അദ്ദേഹം വലിയ നാലുകെട്ടിൽ ജീവിച്ച ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം സാധാരണ കോവിലത്താണ് ജീവിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കവി എന്തെങ്കിലും ചിഹ്നങ്ങൾ മാത്രം വെച്ചുകൊണ്ട് അവരുടെ കവിതയെ വിലയിരുത്തുന്നതിൻ്റെ ചില പ്രശ്നങ്ങൾ വയലാർ പഠനങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് അസുഖത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്തായാലും ശരി, ഈ നമ്മൾ പുതിയ കാലത്ത് നിൽക്കുമ്പോൾ വയലാറിനെ പോലെയുള്ള കവികൾ ഉണ്ടാക്കി വെച്ച ബലിഷ്ഠമായ ഒരു മണ്ണ് കവിതയുടെ ആയാലും ഗാനത്തിൻ്റെ ആയാലും നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ വാസ്തവത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയാം, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചുവൊക്കെ എഴുതിയ ആ വയലാർ കവിക്ക് കൊടുത്ത അവാർഡ് വളരെ വർഷങ്ങൾക്ക് ശേഷം യാതൊരു കവിത്വമില്ലാത്ത ഒരാളിന് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഗാനരചനയോട് ഒരുപക്ഷെ ഒരു റാപ്പ് സംഗീതത്തിനാണ് അവാർഡ് കൊടുത്താൽ കുഴപ്പമില്ല. ഒരു കാവ്യരചന എന്നുള്ള നിലയ്ക്ക് ഇത്തരം പാട്ടുകൾ എങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളത് തീർച്ചയായും ഒരു പുനഃചിന്ത ആവശ്യപ്പെടുന്ന വിഷയമാണ് എന്ന് ഞാൻ കരുതുന്നു. വയലാറിനെയൊക്കെ ഓർക്കുമ്പോൾ വയലാറിനെ പോലെയുള്ള ആളുകൾ തീർത്തു വെച്ച എത്രയോ മനോഹരമായ ഗാനങ്ങളുടെ ഒരു പാരമ്പര്യമാണ് നമ്മുടെ ചലച്ചിത്ര ഗാന ലോകത്തിൽ ഉള്ളത്. അപ്പോ ആ പാരമ്പര്യത്തെ ഉല്ലംഘിക്കുന്നത് പുരോഗമനമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് എങ്കിൽ അത് പുരോഗമനമല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം ഈ തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്. തൽക്കാലം അവസാനിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥ കിട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ആ സന്തോഷം ജന്മമായി പങ്കുവയ്ക്കുന്നു. വയലാറിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാൻ നമുക്ക് സാധിക്കും, പക്ഷെ എല്ലാവർക്കും വയലാറിനെ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അന്വേഷണത്തിലുള്ള വഴികൾ നമുക്ക് മുന്നിൽ തുറന്നു കിട്ടും എന്ന് ഒരു ഓർമ്മിപ്പിച്ചു.